One. Round 2. മരയിലുള്ള ഹിന്റ് കൊടുക്കാനാണ് ഹാജർ വന്നിരിക്കുന്നത്. ഇതെന്താണ്? A few moments later. ഹായ് ഗൈസ്, അപ്പോൾ നാളെ ഹാജറയുടെ ബർത്ത്ഡേ ആണ്. നാളെ എന്ന് ഇന്ന് രാത്രി അവൾക്ക് കുറച്ച് സർപ്രൈസൊക്കെ കൊടുക്കാൻ ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തു. അവൾക്ക് മെയിനായിട്ട് കുറച്ച് അധികം സർപ്രൈസുകൾ ഇപ്രാവശ്യം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും നമുക്ക് നോക്കാം എങ്ങനെയാവുമെന്നൊക്കെ എന്നുള്ള കാശ്. അപ്പം ആദ്യം അവളുടെ ഫ്രണ്ട് വരും, അത് അവൾ അറിഞ്ഞിട്ടില്ല. അതുപോലെ അവൾക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, അതൊക്കെ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അവളെ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് അവളുടെ ഉമ്മാരെ വീട്ടിലാക്കണം, എന്നിട്ട് ബാക്കി അവിടെ ഒന്ന് പ്ലാൻ ചെയ്യണം. കാര്യങ്ങൾ കറക്റ്റായി വരുമെന്ന് എനിക്ക് തോന്നുന്നു, അത് നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ ഹാജുവിൻ്റെ വീട്ടിലെത്തി. ഹാജുവിൻ്റെ കുടുംബ വീട്ടിലാണ് എത്തിയത്. അപ്പം ഇവിടെ ഉമ്മ ഉണ്ട്, അവളുടെ അനിയനുണ്ട്, ഉമ്മയുടെ അപ്പുണ്ട്. അപ്പം ഞാനിവിടെ വന്ന് ഒരു 9:30 ഒക്കെ ആയപ്പോഴത്തേനും എത്തി. കാക്ക വന്ന് പിക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന ഒരു ലെറ്റർ, ഇത് ഒരു ഗിഫ്റ്റ്സാണ്, പിന്നെ വേറൊരു ഗിഫ്റ്റുണ്ട്. ഇതൊക്കെയാണ് നമ്മളിപ്പം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം വാട്ട് വിൽ ഹാപ്പൻ ടു ദ നെക്സ്റ്റ് ടൈം. മറ്റേ വീട്ടിലോട്ട്, അതായത് ഹാജു ഉള്ള വീട്ടിലോട്ട് പോവാണ്. യാസിൻകാക്ക് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ഹായ് ഹായ് ബോലോ. ഇവിടെ വൻ പ്ലാനിങ് ഒക്കെയാണ്. ഇവിടെ വൻ പ്ലാനിങ് ഒക്കെയാണ്. ഇതുവരെ നമ്മുടെ പ്ലാനിങ്ങിലൊന്നും ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഹാജു ഇതൊന്നും അങ്ങനെ എന്തരാണ് ചിന്തിച്ചെടുക്കാനൊന്നും പോണില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ കുറച്ച് മുന്നേ അവളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഞാൻ അവളെ വിളിച്ച്, ഞാൻ ഹോസ്റ്റലിലാണെന്നൊക്കെ വരുത്തി തീർക്കുന്ന രീതിക്ക് ഞാൻ എക്സാമിന് പോയി, എക്സാം പാടായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ വിശ്വസിപ്പിച്ച് ഞാൻ ഹോസ്റ്റലിലാണ് അറിയിച്ചു. ലാസ്റ്റ് ഞാൻ പറഞ്ഞ് വിശക്കണം, മാഗി ഉണ്ടാക്കി അഭിനയം വിളിക്കുന്നു, ഞാൻ കഴിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞാണ് കോൾ കട്ട് ചെയ്തത്. അപ്പം ഇതിനിടയിൽ തന്നെ ഞാൻ മാമിയുടെ പറഞ്ഞ്, മാമി യാസിൻകാക്കായി വിളിച്ചോ, വരാൻ വേണ്ടി വിളിച്ചോ ഈ വീട്ടിലോട്ട്. അങ്ങനെ നമ്മൾ ഹാജുവിൻ്റെ വീട്ടിൽ, ഹാജു ഇപ്പോൾ ഉള്ള വീട്ടിലെത്തിയിരിക്കുകയാണ്. കാറ് പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പുറത്തായിരിക്കും വെയിറ്റ് ചെയ്യണം. ഇത് ഹാജുവിൻ്റെ ഒരു വീടാണ്. ഈ വീട് ഇപ്പം റെൻറ്റിന് കൊടുത്തേക്കാണ്. നമ്മളിപ്പോൾ ഹാജു ഉള്ള വീട്ടിലോട്ട് ഇന്ന് തൊട്ടടുത്ത് തന്നെ നടന്നു പോകും. ഇന്ന് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യും. എന്നിട്ടൊരു 12 മണി ആവുന്നതിന് മുന്നേ ബെല്ലടിച്ച് വന്ന് ആരെങ്കിലും വാതിൽ തുറക്കും, സർപ്രൈസ് എന്നും പറഞ്ഞതും കൊടുത്ത് കയറും. ബാക്ക് എടുത്ത് വെച്ചിരിക്കണം. ശരിക്കും അതാണ് കേട്ട് തള്ള ഹാജറൊക്കെ സർപ്രൈസ് ആയിട്ട് കോട്ടയത്ത് നിന്ന് ഇറക്കിയതാണ്. ഷുഗർ ഡയറ്റ് കള്ള ഷുഗർ ഡയറ്റ് ആണ്.
പ്രതീക്ഷിച്ച ഈ റിയാക്ഷൻ ഒന്ന് ഞാൻ വിളിച്ചപ്പോ എന്തെന്ന് വിചാരിച്ചു? നോർമലായിട്ട് സംസാരിച്ചാലും നമുക്ക് മനസ്സിലാവില്ല. നീ എക്സ്ട്രാ വന്ന ഞാൻ ഹാജുവിന് ഒരു ഗിഫ്റ്റ് കൊണ്ട് വന്നിട്ടുണ്ട്. ഗസ് വാട്ട് ഈസ് ദാറ്റ്? ബോക്സ് കണ്ടിട്ട് വാച്ച് എന്ന്. അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ എനിക്ക് തരാൻ പറ്റുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ബോക്സിന്റെ ഷേപ്പാണ് കറക്റ്റ് വാച്ചിന്റെ പെട്ട് പോലെ. അല്ല എന്താ കുലുങ്ങുന്നുണ്ട്. എന്നാ കുലുക്കം വെച്ചിട്ടൊന്ന് ഗസ് ചെയ്യ്. ഞാൻ വേറെ സ്ഥലങ്ങളാണ് ഞാൻ പറയാനുള്ളത്. വീഡിയോയിൽ വരുന്നത് കൊണ്ട് സെൻസർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ നോക്ക് തുറ എന്താ സാധനം നീ അങ്ങനെ കഷ്ടപ്പെടണം. അതെ, അത്രയും കഷ്ടപ്പെടണം. നല്ല വലിച്ച കീറേ തുറന്നു വന്നു. ഇത്രയൊന്നും വേണ്ടേ? ഒരു ലേഖനം. ഇംഗ്ലീഷിൽ എഴുതി പ്രേമലേഖനം. മൈ ഡിയർ ഹാജു. ഇമോഷൻ വരുത്തി വായിക്കണം, അല്ലാണ്ട് ആദ്യം തന്നെ ഹാപ്പി ബർത്ത്ഡേ മൈ ഗേൾ, ലവ് യു ഡാ. കുറച്ചുകൂടി സോ മച്ച്. അങ്ങനെ 22ലേക്ക് കടക്കുകയാണ്. എനിക്ക് പറ്റില്ല. ഇപ്പോഴത്തെ കാലം ലൈഫ് ഇവിടെ ബ്രദറുണ്ട് വീഡിയോ കോളിൽ, അങ്ങ് ഗൾഫിൽ നിന്ന്. ഹായ് പറ. ഹായ് പറടാ. നീ എവിടെ ഇരി? ഇതെന്തായാലും വലിയ യന്ത്രമാണ്. അയ്യോ തിരിച്ചാൽ വെട്ടി പെട്ടി പിടിച്ചിട്ട് മൂന്നാല് സാധനങ്ങളുണ്ട്. നോക്കടാ നോക്കടാ. അടുത്ത ഹിന്റ് പറഞ്ഞു കൊടുക്കൂ. ഉമ്മാരെന്തോ വലിയ ഉമ്മാക്ക് മാത്രം കൊടുത്തോളൂ. അല്ല ഡയമണ്ട് ആണോ അതോ പ്ലാറ്റിനം
കപ്പലണ്ടി ആണെന്നാണ് ഇപ്പോഴത്തെ സംശയം. പഴവും പിന്നെ എന്തിനാണ് കപ്പലിന്റെ അടുത്തൊരു പാലും കൂടെ ഇപ്പൊ ശേഖരിച്ചിരിക്കാനാണോ? പൊട്ടിക്കാനും അതിടൊക്കെ കപ്പലിന്റെ കിട്ടാതെ വന്നല്ലേ കാജറ കണ്ണഴിച്ച കുറവായുണ്ട്. ഒരു റൂം കൊടുത്തിരുന്നു. ചായ മോശം പോയി. അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയി നോക്കി. ലൈറ്റ് ഇത് ഇനി വലിയൊരു കിഴങ്ങാണ് ആചാരൊക്കെ ഉണ്ട് സംഭവനായിട്ട് വെച്ചിരിക്കുന്നത്. ഇതിന് ചാവി വേണ്ടിയിരുന്നല്ലോ. അതിനെ മാറ്റി കൊടുത്തത് കുറെ നേരം ഞാൻ തുറക്കാൻ നോക്കണേ മാറ്റി വെച്ചിരിക്കും. താഴെക്കുണ്ട് എന്തായാലും പഴം കിട്ടി, ഗാലക്സി കിട്ടി, താഴെ താഴെ ബൂസ്റ്റ്. ഷാർജ് അടിക്കാനില്ല അങ്ങനെ പൊടിയാണ് പൊടിയാണ് ശ്രദ്ധിക്കണേ, പൊടിയാണ്. നോക്കട്ടെ പൊടി. ഹാജറ പൊടി. ഹാജറ ഇത് വേറെന്തോ ആണ് ഇത്തിരി കോഴി. വലിയ സാധനം. ഓ ഗസ് ഇപ്പോഴും ഗസ് ആയില്ല. അത് പെട്ടിയുണ്ട്, ഗസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ചെയിൻ. എന്തിനു ചെയ്യും? എന്ത് ചെയിനായിരിക്കും? എന്ത് കൈൻഡ് ഓഫ് റോസ് ഗോൾഡ് ചെയിൻ? ഒരു ബർത്ത്ഡേ ആയിട്ട് ഒരു ഹസ്ബൻഡ് തരണമെങ്കിൽ സംതിങ് സ്പെഷ്യൽ ആയിരിക്കണമല്ലോ. 4 hurt റോസ് ഗോൾഡ്. അത് വായിക്കാണ്ട് പൊട്ടിയിലടേ പൊട്ടിക്കാങ്ങനെ പൊട്ടിക്കണം. കണ്ട ഡയമണ്ട്. പക്ഷെ ഡയമണ്ട് ആണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കുമെന്ന് വീഡിയോയിൽ പറയുന്നത്. ഡയമണ്ട് എന്ന് വിചാരിക്കണേ. സ്റ്റെയിൻലെസ് സ്റ്റീൽ. ബർത്ത്ഡേ സർപ്രൈസ് എല്ലാം ആയാ? ഹാപ്പി അല്ലേ? സർപ്രൈസ് കംപ്ലീറ്റ് അതിന്റെ അകത്തുള്ള ഹിന്ദിയിലുണ്ടോ നോക്ക്. എന്തായിരിക്കും അതറ ജസ്റ്റ് എന്തായിരിക്കും എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും? ഡ്രസ് ആയിരിക്കോ? കഴിക്കുന്ന എന്തെങ്കിലും ആയിരിക്കോ? അല്ല, പൊട്ടിച്ച് നോക്കാം. കഴിക്കുന്നതല്ല. പിന്നെന്തായിരിക്കും പറ. ഇത് നമ്മൾ രാവിലെയാണ് ഇത് ഏറ്റവും നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ സാധനം കാണുന്നത് എന്തായിരിക്കും? ഗസ്റ്റ് പഴം കഴിച്ച് രാവിലെ എളുപ്പത്തിൽ കാണും. നൈറ്റില് യൂസ് കുറവായിരിക്കും. ബുദ്ധിപരമായ മറുപടിക്കൊക്കെ രാവിലെ വിളിക്കോളൂ. ഉപയോഗിക്കുന്നുണ്ടല്ലോ. നീ തിരിച്ച് പൊട്ടിച്ച് എങ്ങനെ പൊട്ടിക്കണം എനിക്കറിയാവോ? ഇങ്ങനെ വായിച്ചു പോട്ടെ. ഇത് ഗൾഫിൽ നിന്ന് വന്ന സാധനമാണ്. എന്ത് ചെയ്യുന്നു? ഗൾഫിൽ നിന്ന് വന്നതാണ്. ഗൾഫിൽ നിന്ന് വന്നതാണ്. എന്തായിരിക്കും? അത് തുറന്ന ഐഫോൺ തന്നെ നോക്ക്. ഒന്നും പറ്റി. ഹാജർ എന്തേലും പറ. ചത്തോ പകുതി ജീവൻ പോയെന്നാണേ. എന്താണ് അതിൽ ഉണ്ട്? ഐഫോൺ ഉണ്ടോ? കാണോ അതില്? വെയിറ്റ് കണ്ടിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഹാജറ സർപ്രൈസ്ഡ് ആയി. ഐഫോൺ എന്താ കയ്യിലേക്ക് വന്നിരിക്കുന്നു. ഹാജർ ഇത് ഏത് ഐഫോൺ ആണെന്നൊന്ന് പറയാവോ? 16 Pro അല്ലേ? 60 കളർ കൊള്ളാവോ? ഹാജറ ഐഫോണിന്റെ ഫസ്റ്റ് വ്ളോഗ്. യെസ് ഹാജർ ഓണാക്ക്. ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ടാവും തോന്നുന്നു നമ്മളെ അൺബോക്സിങ്. യെസ് ഓണാവുന്ന ഐഫോൺ തന്നെ. ഹാജർ വീണ്ടും സർപ്രൈസ്. കഴിവുണ്ടാകുന്ന തോന്നുന്നു. അതൊക്കെ വാങ്ങിച്ചു. ഹലോ ഹാജറ ബീഗം.
ഇനി വൈ നമുക്കൊരു ഫോട്ടോ എടുക്കാം. ആകെ പിന്നെ സെറ്റ്. ആദ്യമായി ഐഫോണിലൊരു ഫോട്ടോ ഹാജരാണ് ആദ്യത്തെ. ഇനിയൊന്നും ഇല്ല ആചരമ്മ. ഐഫോണിൽ കെട്ടിപ്പിടുന്ന കൂടുതലാണ്. ഇനിയാണ് സർപ്രൈസ്. ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ഐഫോൺ ഇപ്പൊ കൊണ്ടുപോകണേണ്, തിരിച്ചു കൊണ്ടുപോകും. ഇതൊക്കെ നമ്മള് നേരത്തെ വാങ്ങി വെച്ചിരിക്കുന്നു. ഇതൊക്കെ നമ്മളെല്ലാരും പ്ലാനിങ് ആയിരുന്നു. വരെ എന്റെ ഉമ്മാരെ എന്റെ ഉമ്മാരെ അവസാനം അറിഞ്ഞില്ല. കളറായില്ലേ. മാമിക്ക് വേണോ ഐഫോൺ ഇത്? ഇനി ബ്ലോഗ് മൊത്തം ഐഫോണിലായിരിക്കും ഹാജരാര. ഹാപ്പി. വീഡിയോ ആണ്. 22 വയസ്സ് 2 പഴം.